ഹലോ എവരിവൺ. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങള് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബിഹേവിയർ, പലപ്പോഴും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഇമോഷൻസ്, ഇതിന്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും പാസ്റ്റില് നമ്മളുടെ എന്തെങ്കിലും നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുള്ള മെന്റൽ ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം, പലപ്പോഴും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ പ്രസന്റിനെ പലപ്പോഴും ബാധിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സ്വഭാവത്തിൽ ഏറിയ പങ്കിനെയും നിയന്ത്രിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല ദുരവസ്ഥകളുമായിരിക്കും. പലപ്പോഴും നമ്മൾ പലരും തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അവെയർ അല്ല. നമ്മുടെ ലൈഫിൽ എന്നും പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും ജീവിതത്തിൽ നേടാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇതിന്റെയൊക്കെ മൂല കാരണം അല്ലെങ്കിൽ റൂട്ട് കോസ് എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാറില്ല. അതുമല്ലെങ്കിൽ നമ്മൾ ആരും അവെയർ അല്ല. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മളുടെ ആ ഉള്ളിലുള്ള എന്ത് പ്രശ്നം കൊണ്ടാണ് നമ്മളുടെ പ്രസന്റിലെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നത് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് തെറാപ്പികളുണ്ട്. എന്നാൽ നമുക്ക് സെൽഫായിട്ട് എങ്ങനെ നമ്മുടെ പ്രശ്നം, നമ്മുടെ ലൈഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലും നമ്മളെ പിന്തുടരുന്ന അല്ലെ വേട്ടയാടുന്ന പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. സാധാരണ ജേർണലിംഗ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മളുടെ പാസ്റ്റിലെ നമ്മളെ അലട്ടുന്ന, ഹോണ്ട് ചെയ്യുന്ന പ്രശ്നം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മളുടെ പ്രസന്റിലേക്ക് കൊണ്ടുവരാനായിട്ട്, സർഫസിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ജേർണലിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. എന്താണ് നമ്മളുടെ പാസ്റ്റിലെ പ്രശ്നങ്ങൾ ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് നോക്കാം. നമ്മൾ ഒരുപാട് നമുക്ക് ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു, അല്ലെ ഒരുപാട് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അബ്യൂസ് നേരിടേണ്ടി വന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെയും നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഓർമ്മിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും നമ്മളുടെ മൈൻഡിന്റെ ഒരു വശത്ത് നമ്മൾ അതിനെ റിപ്രസ് ചെയ്ത് അമർത്തി അങ്ങ് വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികളെ, നമ്മളുടെ ഇമോഷൻസ്, ചിലപ്പോൾ ചില വ്യക്തികൾക്ക് എപ്പോഴും വിഷമമായിരിക്കും, എപ്പോഴും നിരാശയായിരിക്കും. എന്നാൽ അത്രമാത്രം നിരാശപ്പെടാനുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ കാണില്ല. പക്ഷെ പലപ്പോഴും ഇതിന്റെയൊക്കെ കാരണം കിടക്കുന്നത് പാസ്റ്റിലായിരിക്കും. ഈ പാസ്റ്റില് നമ്മളുടെ ഈ ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. കോൺഷ്യസ്ലി നമ്മൾ അവെയർ അല്ല എങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മളുടെ ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ജേർണലിംഗ് നമ്മളെ സഹായിക്കുന്നത്. ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ സെൽഫിലേക്കുള്ള ഒരു വിൻഡോ ആണെന്ന് പറയാം. നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങളെ പുറത്തേക്ക്, സർഫസിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിനെയും കോൺഷ്യസ് മൈൻഡിനെയും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനൊക്കെ നമ്മളെ ഇത് സഹായിക്കും. ഇനി ഏതൊക്കെ തരത്തിലുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് ജേർണലിംഗിൽ നിന്ന് യൂസ് ചെയ്യുന്നത് നോക്കാം. സ്പ്രിംഗ് ബോർഡ് ജേർണലിംഗ് ടെക്നിക്കിൽ തന്നെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അസസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഈ സ്പ്രിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നം, നമ്മൾ എപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നം, അല്ല നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഗോള്, അതിനെ സംബന്ധിച്ചുള്ള ഒരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ വേർഡ് നമ്മളൊരു പേപ്പർ എടുത്തതിന് ശേഷം വെർട്ടിക്കലി അതിന്റെ ഓരോ ലെറ്റേഴ്സ് നമ്മൾ താഴേക്ക് എഴുതുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ് നമുക്ക് ആഗ്രഹം, നമ്മുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു വേർഡ് എന്ന് പറയുന്നത് ഹീലാണെന്ന് കരുതുക. സുഖപ്പെടുക എന്നുള്ള HEAL. അപ്പൊ ഇതിന്റെ H എന്നുള്ളത് നമ്മൾ ഒരു പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ H എഴുതുക, അതിനുശേഷം താഴേക്ക് ഡൗൺവേർഡ് എഴുതുക EAL. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ലെറ്റർ ചേർത്തും നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന എന്ത് കാര്യമാണോ അത് ഒരുപാട് ചിന്തിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് ആലോചിച്ച് കഴിയുമ്പോൾ അവിടെ കോൺഷ്യസ് മൈൻഡിന്റെ ആക്ടിവിറ്റിയാണ്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ യൂസ് ചെയ്ത് അല്ലെ അതിലേക്ക് അസസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഹീലിന്റെ ഓരോ വേർഡ്സും താഴേക്ക് എഴുതി. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് നേരെ ആ ഓരോ വേർഡിനും ലെറ്ററിന് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ഹീലാണ് നമ്മൾ ചൂസ് ചെയ്ത വേർഡെങ്കിൽ ആ H ചേർത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് എഴുതുക എന്ന് പറഞ്ഞില്ല, ഒരുപാട് ആലോചിക്കാതെ. ഇപ്പൊ ഉദാഹരണത്തിന് H ചേർത്ത്
ഹെൽപ്പ് മൈസെൽഫ് അല്ലെങ്കിൽ ഹെൽപ്പ് അതേഴ്സ് എന്ന് വേണം നമുക്ക് എഴുതാം. അതായിരിക്കും നമ്മുടെ മനസ്സിൽ എന്ത് വരുന്നോ അതാ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇയിലേക്ക് വരുമ്പോൾ, ഹീലിലെ സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള ഇയിലേക്ക് വരുമ്പോൾ ഈറ്റ് ഹെൽത്തി ഫുഡ്, അങ്ങനെ ഒരു ഇതാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ എന്ത് തോന്നുന്നു അത് നിങ്ങൾ എഴുതുക. എ എന്ന ലെറ്റർ വെച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം നിങ്ങൾ എഴുതുക. അത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഹീലിലെ എക്ക് വേണമെങ്കിൽ ആഡ് മോർ ജോയ് ടു മൈ ലൈഫ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ സ്വയം നമ്മളുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് എന്ത് തോന്നുന്നു, അല്ലെ ആ ഒരു ടൈമിൽ എഴുതുന്ന സമയത്ത് എന്ത് ചിന്ത വരുന്നു അത് എഴുതുക എന്നുള്ളതാണ്. ഇനി എല്ല് ചേർത്ത് ലവ് മൈസെൽഫ് അല്ലെ ലവ് അതേഴ്സ് അല്ലെങ്കിൽ ലേൺ ടു ഫോർഗീവ്, വാട്ട് എവർ തിങ്സ് കം ഇൻ യുവർ മൈൻഡ് യു ക്യാൻ റൈറ്റ്. അതേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ സെന്റൻസുകൾ ഫോളോ ചെയ്യണമെന്നല്ല, ഞാനൊരു എക്സാമ്പിൾ എങ്ങനെ എഴുതണം എന്ന് മാത്രമേ പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മൊമെന്റിൽ എന്ത് വരുന്നു അത് എഴുതുകയാണ്. പലപ്പോഴും ആ ഒരു കാര്യങ്ങൾ നമ്മൾ എഴുതിയതിനു ശേഷം ആ എഴുതി വെച്ച സെന്റൻസുകൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അലട്ടുന്ന പ്രശ്നത്തില് അല്ലെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളിലേക്കുള്ള ഒരു ഹിന്റ് ചിലപ്പോൾ നമുക്ക് ആ സെന്റൻസുകളിൽ എവിടെ നിന്നെങ്കിലും കിട്ടും. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ക്ലൂ തപ്പി പോകാറുണ്ട് അല്ലെ, ആ ഒരു ക്ലൂ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സ്പ്രിംഗ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ചിന്ത കിടപ്പുണ്ട്, ഞാൻ കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കുന്നത് ശരിയല്ല, എൻ്റെ ആരോഗ്യത്തെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിലെല്ലാം അത് ബാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾ ഏറ്റവും അധികം അലട്ടുന്നത്. അത് നിങ്ങളിവിടെ ഈറ്റ് ഹെൽത്തി ഒരു ഡയറ്റ് അല്ലെ ഫോളോ ഒരു ഡയറ്റ് ഹാബിറ്റ് ഫോളോ ചെയ്യുക എന്നുള്ള ഒരു സെന്റൻസ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി അതിന്റെ അർത്ഥം അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദേഷ്യമുള്ള ആളാണ്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത ആളാണ്, പക്ഷെ നിങ്ങളുടെ ഉള്ളില് അതിന്റെ ഒരു ആഗ്രഹം എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നവും അതായിരിക്കും. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ, അല്ലെ അത് ആ നമ്മളുടെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്പ്രിംഗ് ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദ സെന്റൻസ് സ്റ്റെം, നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ഫില്ല് ചെയ്യാറുണ്ട് അല്ലെ. ഒരു സെന്റൻസിന്റെ പകുതി കിട്ടും, ബാക്കി പകുതി നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ആ ജേർണലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സെന്റൻസ് സ്റ്റെമ്മിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് കോൺഷ്യസ്ലി സെലക്ട് ചെയ്യാവുന്ന അല്ലെ നമ്മുടെ ഗോളുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെ നമ്മളെ എപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഒരു സെന്റൻസിന്റെ ഹാഫ് നിങ്ങൾ എഴുതുക. അതിനുശേഷമുള്ള ഹാഫ് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ എന്ത് തോന്നുന്നു ഒരുപാട് ആലോചിക്കാതെ ഒത്തിരി സമയം അതിനുവേണ്ടി ചെലവഴിക്കാതെ എഴുതുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ആശങ്കപ്പെടുന്ന അല്ലെ ആകുലപ്പെടുന്ന കാര്യം എന്ന് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. അതിനുശേഷം അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, അതിന്റെ ബാക്കി നിങ്ങൾ പെട്ടെന്ന് എഴുതുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല എന്നതിന്റെ കാരണം ബാക്കി അതിന്റെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സഡൻ ആയിട്ട് ഒരുപാട് ചിന്തിക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് കണ്ടെത്താനായിട്ട് അത് സഹായിക്കും. നേച്ചർ റൈറ്റിംഗ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് അസസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ജേർണിംഗ് ടെക്നിക്കാണ് ഈ നേച്ചർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ നേച്ചറിലേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട്, പ്രകൃതി പുറത്തേക്കൊന്ന് ഇറങ്ങാൻ തയ്യാറാവുക. അത് തന്നെ ഒരു തെറാപ്പിയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെ നമ്മുടെ ചുറ്റിനും കാണുമെന്ന് നോക്കുക. അതിനകത്ത് മരങ്ങൾ കാണും, ബേർഡ്സ് ഉണ്ട് അത് കാണും, ബട്ടർഫ്ലൈസ് കാണും, എന്തൊക്കെ നിങ്ങൾ കാണുന്നു എന്ന് നോക്കുക. അതിൽ നിങ്ങളെ ആകർഷിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ അവിടെ നിന്നൊന്ന് അസസ് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറി അല്ല അവിടെ തന്നെ ഒരു ബുക്കിൽ നിങ്ങൾ ആ ഒരു ബട്ടർഫ്ലൈ ആണ് എന്നുള്ള രീതിയിൽ അതിന്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ആ ലോകത്തെ എങ്ങനെ നോക്കി കാണുന്നു, അതിന്റെ ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കുറച്ച് സെന്റൻസ് ഒന്ന് എഴുതുക. ഒരു ട്രീ ആണ് നിങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ചത് എങ്കിൽ ആ ഒരു മരത്തിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ലൈഫ് എന്താണ്, ലോകം എന്താണെന്നൊക്കെ കുറിച്ച് നിങ്ങളുടെ ഭാവനകൾ കുറച്ച് വിരിയിക്കാനോട് നമുക്ക് പറ്റിയ ഒരു സമയമാണ്. നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോഴ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതും മറ്റൊരു വശമാണ് ഇതിന്റെ. അങ്ങനെ നമ്മൾ കുറച്ച് സെന്റൻസുകൾ ഒന്ന് എഴുതുക. ആ ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിനെ കുറിച്ചും അല്ലെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ എഴുതി കഴിഞ്ഞ് അതൊന്ന് വായിച്ചു നോക്കി കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ അതിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് അലട്ടുന്നു അല്ലെ നമ്മൾ ഈ ലോകത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒരു ഹിന്റ് നമുക്ക് കിട്ടാം. നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ എഴുതിയ ആ ഒരു കാര്യത്തിന്റെ ആ ഒരു തിങ്സിന്റെ ലൈഫുമായിട്ട് നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിനെ കുറിച്ചും അല്ലെ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കാത്തതിനെ കുറിച്ചും ഒക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ഇൻസൈറ്റ് കൊണ്ട് തരാൻ ഈ ഒരു എഴുത്തിലൂടെ സാധിക്കും.
റൈറ്റ് അബൌട്ട് യുവർ ഡ്രീംസ്. നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണല്ലേ. പലപ്പോഴും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും പാസ്റ്റ് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന എന്തെങ്കിലും മെമ്മറീസ് ഉണ്ട് എങ്കിൽ അത് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ കാണാറുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പലതരത്തിലാണ് നമ്മളുടെ സ്വപ്നങ്ങൾ അല്ലെ. ഈ സ്വപ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പാസ്റ്റിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ജേർണലിംഗ് ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ചില സ്വപ്നങ്ങളിൽ നമ്മൾ കാണുന്നത് ചില ഭക്ഷണ സാധനങ്ങൾ ആയിരിക്കാം. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം കാണും, അത് വാങ്ങിക്കാൻ നമ്മൾ പോകുന്നു, അല്ല അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുന്നു, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവാം. ഇനി അത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കാർ, ഒരു വണ്ടിയെ ഫോക്കസ് ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതായിരിക്കും അന്നത്തെ ആ സ്വപ്നത്തിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ഈ ഒരു ജേർണലിംഗ് ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് വസ്തുവിനെയാണോ നമ്മൾ കണ്ടത് അത് നമുക്ക് ആ ഓർമ്മയുള്ള ആ വസ്തുവിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ആ ലൈഫിനെ നമ്മുടെ ലൈഫിനെയും ആ സ്വപ്നത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നേടാനുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ആ വസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നേരത്തെ നമ്മൾ നേച്ചർ തെറാപ്പിയിൽ ചെയ്തതുപോലെ ട്രീസിനെ കുറിച്ച് അല്ലെങ്കിൽ ബട്ടർഫ്ലൈയെ ഒക്കെ കുറിച്ച് അതിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് കാണുന്നത് പോലെ തന്നെ സ്വപ്നത്തിൽ കണ്ട വസ്തുവിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതുന്നതിലൂടെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ ലൈഫിൽ അലട്ടുന്നുണ്ട് എങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കുന്നുള്ളൂ. കോൺവെർസേഷൻ ആൻഡ് ഡയലോഗ് വിത്ത് യുവർ സെൽഫ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജേർണലിംഗ് ടെക്നിക്കാണിത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു കൈ നമ്മളുടെ നെഞ്ചിലേക്ക് നമ്മൾ വെക്കുക, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വെക്കുക. മറ്റേ കൈയും വേണമെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലായിട്ട് വെക്കാം. അതിനുശേഷം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടായെങ്കിൽ ആ വ്യക്തി നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൽ ആരെങ്കിലും ആയിരിക്കും, അല്ലെ നമ്മുടെ പേരൻസിൽ ആരെങ്കിലും, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ആരുമാകട്ടെ. ഇനി ഇങ്ങനെയുള്ള ആരുമില്ലെങ്കിൽ ഒരു റിലീജിയസ് ഫിഗർ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവത്തിന്റെ ഒരു പ്രതിരൂപം നമ്മളുടെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്, നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. അതിനുശേഷം ആ വ്യക്തിയിൽ നിന്നും ഒരുപാട് സ്നേഹവും കരുതലും ദയയും ഒക്കെ നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നു. എസ്പെഷ്യലി നമ്മളിങ്ങനെ കൈ നമ്മളുടെ ഹാർട്ടിൽ നേരെ വെച്ചിരിക്കുന്നുണ്ട്. ഈ കൈകളിലൂടെ ആ ഒരു ഫിഗറിൽ നിന്നുള്ള എനർജി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ അല്പസമയം ഇരുന്നതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, നമുക്ക് തന്നെ നമ്മളൊരു ലെറ്റർ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ആ എനർജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, കരുതുന്ന, നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്ന ആ ഒരു ഫിഗറിൽ നിന്നും ഉള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തന്നെ നമ്മൾ ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. ആ ലെറ്റർ നമ്മുടെ പ്രോബ്ലത്തെ കുറിച്ചായിരിക്കാം, നമ്മുടെ ലൈഫിൽ നമ്മളെ ഒരുപാട് അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമാകാം, നമ്മളുടെ ഒരു വിഷമത്തെ കുറിച്ചാവാം, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കാത്ത ഒരു കാര്യം എപ്പോഴും നമ്മൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തായിരിക്കാം. എങ്ങനെയായാലും നിങ്ങൾക്ക് തന്നെ ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ എഴുതുന്നതിലൂടെയുള്ള ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് സപ്പോർട്ട് നമ്മൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടി, അല്ലെ, നമ്മളത് ഇമാജിൻ ചെയ്ത് നമുക്കത് ലഭിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ആ ഒരു എഴുത്തിലൂടെ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി നമുക്ക് സാധിക്കുന്ന മറ്റൊരു രീതിയിലുള്ള നമ്മളുമായിട്ടുള്ള ഒരു കോൺവെർസേഷന് പറ്റുന്ന മെത്തഡ് എന്ന് പറയുന്നത്, ഒരുപാട് ചെറുപ്പത്തിൽ നമുക്കൊരു ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ, ആസ് ആൻ അഡൽട്ട് നമ്മൾ പ്രായമായി ഇപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു ചെറുപ്പത്തിലുള്ള കുട്ടിക്ക് നമ്മളൊരു ലെറ്റർ എഴുതുകയാണ്. ആ കുട്ടിയെ ഒരുപാട് ആശ്വസിപ്പിച്ച് ആ പ്രശ്നങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ അന്നത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിനല്ല നമ്മളോട് ഒരാൾ ഒരു വിഷമം പറയുമ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ചൈൽഡിന് നമ്മളൊരു ലെറ്റർ എഴുതുക വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജേർണലിംഗ് ടെക്നിക്കാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ ലൈഫ് കൂടുതൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ജേർണലിംഗ് ടെക്നിക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇതിൽ ഏത് ജേർണലിംഗ് ടെക്നിക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്തു, അത് അത്ര എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ആ ഒരു ശ്രമം നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് താല്പര്യം തോന്നുന്ന ഏതെങ്കിലുമൊക്കെ ജേർണലിംഗ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്തുക. അതൊരു വലിയ കാര്യമാണ്, അല്ലെ. നമ്മളെ അലട്ടുന്ന പ്രശ്നം മറ്റാരേക്കാൾ നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. ആ ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിന് പരിഹാരം, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള മാർഗങ്ങളും കൂടെ തേടാനായിട്ട് നമ്മൾ തയ്യാറാകുക. ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഒരുപാട് അലട്ടുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ
അതിന് പറ്റിയ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്, അവരുടെ സഹായം നേടാം. അവരോട് ഇത് ആരോടും ഷെയർ ചെയ്യാതെ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം നമ്മൾ നമ്മുടെ ലൈഫിൽ പണ്ട് സംഭവിച്ചത് കണ്ടെത്തിയെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവരോട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ എങ്ങനെയാണ് എങ്കിലും നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന പ്രശ്നത്തെ കണ്ടെത്തുക, പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കാണുക എന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.